ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. ഉപേക്ഷാതഃ കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവ തഥാപി ചിന്താം മുഞ്ജത്വമുപായം ചിന്തയാമ്യഹം. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം. പുത്രന്മാരെ രക്ഷിക്കുന്നു സദാ ഭക്തിദേവി എന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് അടുത്തത് പറയുകയാണ്. ആ പുത്രന്മാരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ അത് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഉപേക്ഷാത, ഉപേക്ഷിക്കപ്പെട്ടതിനാൽ, കലൗ, കലൗ എന്നാൽ ഈ കലിയുഗത്തിൽ, മന്ദൗ, മന്ദത ബാധിച്ചവർ, ആലസ്യം ബാധിച്ചവരും, വൃദ്ധൗ, വാർദ്ധക്യം ബാധിച്ചവരും, വൃദ്ധന്മാരായവരും, ജാതൗ, ജാതൗ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിത്തീർന്നു. ആര്? സുതൗ, പുത്രന്മാര്. ആരുടെ? തവ, അല്ലയോ ഭക്തിദേവി, അവിടുത്തെ നിന്റെ പുത്രന്മാര്. ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ഈ കലിയുഗത്തിൽ, അതും കൂടി എടുത്തു പറഞ്ഞ് എപ്പോഴാണ് ഉപേക്ഷിക്കപ്പെട്ടവരായത്? ഈ കലിയുഗത്തിൽ. ഇതിനു മുൻപ് നമ്മളൊരു ശ്ലോകത്തിൽ കണ്ടു, ആദ്യത്തെ 3 യുഗങ്ങളിലും, കൃതം, ത്രേത, ദ്വാപര യുഗങ്ങളിലെല്ലാം തന്നെയും നിന്റെ പുത്രന്മാർക്ക് വലിയ വിലയുണ്ടായിരുന്നു. അഥവാ നിന്റെ പുത്രന്മാരെ ധാരാളം പേരിവിടെ ഇഷ്ടപ്പെട്ടിരുന്നു ഈ മറ്റു 3 യുഗങ്ങളിലും. പക്ഷേ ഈ കലിയുഗത്തിൽ വന്നപ്പോൾ, അല്ലയോ ഭക്തിദേവി, അവിടുത്തെ ഈ പുത്രന്മാരെ ആർക്കും വേണ്ടാതെയായി. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള നിന്റെ പുത്രന്മാർ മന്ദാവസ്ഥയെ അഥവാ ആലസ്യം ബാധിച്ചവരും വൃദ്ധാവസ്ഥയെ പ്രാപിച്ചവരുമൊക്കെ ആയിത്തീർന്നു. അപ്പോൾ ഭക്തിദേവി എത്ര സംരക്ഷിച്ചാലും, ഭക്തിദേവിയാൽ എത്രമാത്രം പുത്രന്മാർ സംരക്ഷിക്കപ്പെട്ടാലും, മറ്റുള്ളവർക്ക് വേണ്ടാത്തതായി മാറിയപ്പോൾ, അല്ലയോ ഭക്തിദേവി, അവിടുത്തെ പുത്രന്മാർ 2 പേരും ദാ ക്ഷീണിതരായിരിക്കുന്നു, ജരാനരകൾ ബാധിച്ചിരിക്കുന്നു. എങ്കിലും പറയുകയാണ്, തഥാപി, തഥാ അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തഥാപി. എങ്കിലും ചിന്താം മുഞ്ച, ചിന്താം എന്ന് പറഞ്ഞാൽ ചിന്തയെ, മുഞ്ച എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാലും, അല്ലയോ ഭക്തിദേവി, അവിടെ നിന്ന് ഇങ്ങനെ ചിന്താകുലിയായിരിക്കണ്ട, വിഷമിച്ചിരിക്കണ്ട. അവിടുത്തെ ഈ വിഷമങ്ങളൊക്കെ, ചിന്തകളൊക്കെ ഉപേക്ഷിച്ചാലും. കാരണം ത്വമുപായം ചിന്തയാമ്യഹം, ത്വമുപായം, ത്വം ഉപായമാണ്, ത്വമുപായം. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ പറയാണ്, നീ നിന്റെ ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ചാലും, ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട, അതൊക്കെ ഒന്ന് ഉപേക്ഷിച്ചാലും. കാരണം ഉപായം, ഉപായം എന്ന് പറഞ്ഞാൽ ഒരു ഉപായത്തെ, ഒരു മാർഗത്തെ, ചിന്തയാമ്യഹം, ചിന്തയാമി, അഹം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ചിന്തയാമ്യഹം. ചിന്തയാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കാം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഞാൻ ആലോചിക്കാം, ദേവി, അവിടുന്ന് ഈ സങ്കടമൊക്കെ ഉപേക്ഷിച്ചാലും, ഈ ഓർത്തുള്ള അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് ദേവി ദുഃഖിക്കണ്ട. അവിടുന്ന് ആ ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ചാലും. കാരണം അവർ ഇപ്പോൾ ക്ഷീണിതരായിരിക്കുന്നത് ഈ കലിയുഗത്തിൽ ആർക്കും അവരെ വേണ്ടാതെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഒരു ക്ഷയാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. സാരമില്ല ദേവി, ദുഃഖിക്കേണ്ട, ഞാൻ അതിനൊരു ഉപായത്തെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കാം. ഇവിടെ ഭക്തിദേവിയാൽ സംരക്ഷിക്കപ്പെട്ടിട്ടും ക്ഷീണിതരായ തൻ്റെ പുത്രന്മാരെ ഓർത്ത് ദുഃഖിക്കുന്ന
ഭക്തി ദേവിക്ക് ഒരു ആശ്വാസവാക്കുകൂടി പറഞ്ഞാണ് നാരദ മഹർഷി അവിടെ അപ്പോഴത്തെ അവസ്ഥയെ, അല്ലെങ്കിൽ ആ പുത്രന്മാരുടെ ഭക്തിദേവിയാൽ സംരക്ഷിക്കപ്പെട്ടിട്ടും ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ഭക്തിദേവിയുടെ വിഷമത്തെ മാറ്റിക്കൊണ്ട് ആശ്വസിപ്പിക്കത്തക്ക വിധത്തിലാണ് ആ ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അമ്മപ്പക്ഷിയുടെ ചിറകിനടിയിൽ കുഞ്ഞു പക്ഷികളെ എത്രമാത്രം സംരക്ഷിച്ചാലും ഈ കുഞ്ഞു പക്ഷികളെ കല്ലെറിയുന്ന ഒരു ജനത്തിൻ്റെ മുന്നിലേക്ക്, ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന അമ്മ പക്ഷി അവിടെ നിസ്സഹായയാണ്. അവരുടെ ചിറകിനടിയിൽ തന്നെയാണെങ്കിലും ആ കല്ലേറ് കൊള്ളുന്നുണ്ട് അവർക്ക്. കാരണം ചുറ്റിനുമുള്ളവർക്ക് കുഞ്ഞു പക്ഷികളെ വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ അമ്മയായ ഭക്തിയെ കുറച്ചു പേരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരെ ആർക്കും വേണ്ടാതെയായിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു, ആർക്കും വേണ്ടാതെയായിരിക്കുന്നു. പക്ഷെ ഇവിടെ നാരദ മഹർഷി ഒരു സാന്ത്വനമായിട്ട് ഭക്തിദേവിയോട് പറയുന്നു, ഞാനൊരു മാർഗത്തെ കണ്ടുപിടിക്കാം. കാരണം ഭക്തിദേവി ഏറ്റവും കൂടുതൽ കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു ജന്മമാണ് ശ്രീ നാരദ മഹർഷിയുടെ. ഭക്തോത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി ഭക്തിദേവിക്ക് വാക്കുകൊടുക്കുകയാണ്, ഞാനൊരു ഉപായത്തെ കണ്ടുപിടിച്ചു തരാം. ഭഗവാനിങ്കലേക്ക് ഓരോ സൃഷ്ടിയെയും ഓരോ ജന്മത്തെയും എത്തിക്കുന്നത് പോലും മുക്തിയുടെ മാർഗത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ ഭക്തിദേവിയാണ്. അത് വേണ്ടതിലേറെ ആ ഭക്തിദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ശ്രീ നാരദ മഹർഷിക്ക്. ഇവിടെ നാരദ മഹർഷി തിരികെ ഭക്തിദേവിയോട് ഒരു പ്രത്യുപകാരം, തന്നെ ഭഗവാനിലേക്ക് എത്തിച്ച ഭക്തി ഏതൊരു ഭക്തിയാണോ ആ ഭക്തി വിഷമിക്കാൻ പാടില്ല എന്ന് തോന്നിയിട്ട് ശ്രീ നാരദ മഹർഷി പറയാണ്, ഞാൻ ഒരു ഉപായത്തെ കണ്ടുപിടിക്കാം, ദേവി വിഷമിക്കാതെ ഇരിക്കൂ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഉപേക്ഷാദഃ കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവ തഥാപി ചിന്താം മുഞ്ജത് ത്വമുപായം ചിന്തയാമ്യഹം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വാക്കിൽ തന്നെ ഒരു വിസർഗം വരുന്നുണ്ട്. ഉപേക്ഷാദ, അവിടെ ഒരു പകുതി ഹകാരം കൊടുക്കുക. പിന്നെ അടുത്തത് അവിടെയൊക്കെ കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ, ഇതൊക്കെ ഒരു ഔ വരുന്നുണ്ട്. പിന്നെ തഥാപി ചിന്താമുഞ്ച ത്വമുപായം, ത്വം ഉപായമാണ്, പക്ഷെ അത് പിരിക്കണ്ട. ത്വമുപായം ചിന്തയാമ്യഹം, ഇവിടെ മ്യ എന്ന അക്ഷരത്തിന് ചിന്തയാമി അഹം ആയതുകൊണ്ട് ചിന്തയാമ്യഹം അകാരം കൊടുക്കുക. പിന്നെ ഇനിയും ആ ഒരു ശ്ലോകത്തെക്കുറിച്ച് പറയാനുള്ളത്, ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലെ പദവിന്യാസം കൂടി നമുക്കൊന്ന് നോക്കാം. കലൗ ഉപേക്ഷാത തവ സുതൗ മന്ദൗ വൃദ്ധൗ ജാതൗ തഥാപി ത്വം ചിന്താം മുഞ്ച ഉപായം അഹം ചിന്തയാമി. ഒന്നുകൂടി പറയാം. കലൗ ഉപേക്ഷാത തവ സുതൗ മന്ദൗ വൃദ്ധൗ ജാതൗ തഥാപി ത്വം ചിന്താം മുഞ്ച ഉപായം അഹം ചിന്തയാമി. ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനിയും അടുത്ത ശ്ലോകത്തിൽ ഈ ഒരു കലിയുഗത്തിൽ ഈ പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് നേരിട്ട ആ ഒരു സങ്കടകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, അടുത്തതിൽ ഇനി അങ്ങോട്ട് ഉള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ നാരദ മഹർഷി കൊടുത്ത ഒരു വാക്ക്, ഞാൻ ചിന്തിക്കാം, ഞാനൊരു ഉപായത്തെ തേടാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനിയും ഉപായത്തിലേക്ക് വരുന്നത്, എന്തുപായമാണ് ശ്രീ നാരദ മഹർഷിക്കുള്ളത് എന്നാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഹരേ കൃഷ്ണ.